നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതായത് ഈ അടുത്ത ദിവസങ്ങളിലായി ഒരു വ്യാജ വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയാസിലും യൂട്യൂബിലും ഒക്കെ കിടന്ന് കറങ്ങുകയാണ്. ഇന്ത്യൻ കപ്പലുകൾ 2 ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നു വന്നു, അതായത് ഇറാൻ അനുമതിയോടുകൂടി കടന്നു വന്നുവെന്നും അതിനെ ഇറാൻ ആക്രമിച്ചില്ല എന്നും എന്ന രീതിയിലാണ് ഒരു വാർത്ത. കാരണം ലോകത്ത് ഒരു കപ്പലുകളും ഹോർമൂസ് വഴി കടത്തിവിടില്ല. ഒരു തുള്ളി എണ്ണ പോലും ഹോർമൂസ് വഴി ഈ യുദ്ധം നിർത്താതെ കടത്തിവിടില്ല എന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ കപ്പലുകളെ മാത്രം 2 കടത്തിവിട്ടു. അതാണ് ഇന്ത്യ എന്ന രീതിയിൽ ഓരോ ഭാരതീയൻ്റെയും ചോര തിളയ്ക്കുന്ന ആവേശമുണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തയാണ് ഇത്. ആദ്യമായി ഒരു യൂട്യൂബ് ഓൺലൈൻ ചാനലിലാണ് ഈ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. അതിനെ തുടർന്ന് നിരവധി ചാനലുകൾ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. അതുമാത്രമല്ല, പലരും റിപ്പോർട്ട് ചെയ്ത കൂട്ടത്തിൽ സോഷ്യൽ മീഡിയാസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അല്പം കൂടി കടന്ന രീതിയിൽ, അതായത് അതിനെ റീൽസാക്കി മോദിയുടെ പടവും വെച്ച് മോദി സർക്കാർ നമ്മുടെ നരേന്ദ്രമോദി നടന്നു വരുന്നതും അങ്ങനെ പശ്ചാത്തല മ്യൂസിക്കൊക്കെ ഒരുക്കി വലിയൊരു റീൽസായിട്ടാണ് ഇത് ഇട്ടത്. ഇതൊക്കെ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി ഉള്ള വാർത്തയാണ്. എന്നാൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അത് ഒരു വാർത്ത കണ്ട് അടുത്തത് ചെയ്യുന്നവരോ ആ കണ്ടൻറ്റ് എങ്ങനെയാണോ, അത് ശരിയാണോ, ശരിയായ വസ്തുതയാണോ എന്ന് ചിന്തിക്കാതെ മുൻപിൻ ചിന്ത ഇല്ലാതെ ആണ് പലരും ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാവരുടെയും ലക്ഷ്യം അവരവർക്ക് റീച്ച് കൂട്ടുക എന്നുള്ളതായിരിക്കുമല്ലോ. പക്ഷേ ഈ ചാനൽ, ആരോ വിഷൻ എന്ന ഈ ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാൻ കഴിയും, ഇത് ചാനലിൽ അങ്ങനൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചെയ്യാത്ത കാര്യം മറ്റൊന്നുമില്ല, അങ്ങനൊരു വാർത്ത നമ്മുടെ ശ്രദ്ധയിലും പെട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തെളിവുകളോ ഒരു അനുമാനങ്ങളിലോ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടതാണ്, കാരണം അത് വ്യാജ വാർത്തയാകാനാണ് സാധ്യത എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ആ വാർത്ത ഞങ്ങളുടെ ആരോ വിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്യാതിരുന്നത്. പലപ്പോഴും അങ്ങനെ തന്നെയാണ്. ചില വാർത്തകൾ നമ്മൾ അല്പം ലേറ്റായിട്ട് ആണ് എത്തിക്കുന്ന കാര്യം അതിൻ്റെ പൂർണ്ണ അവസ്ഥ മനസ്സിലാക്കി സത്യസന്ധമായ വാർത്തകൾ മാത്രമാണ് ഇതിലൂടെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു വാർത്ത സത്യമല്ല എന്നൊരു സംശയമുള്ളത് കൊണ്ടാണ് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞാണ് വെയിറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി. അതായത് ഇന്ത്യൻ പതാകയുള്ള ചരക്ക് കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി പോകാൻ ഇറാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇറാനുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. ഒരുപക്ഷെ അത് സാധ്യമാകും കേട്ടോ. കാരണം നമ്മുടെ മോദി സർക്കാർ വളരെ നല്ല രീതിയിൽ തന്നെ ഇറാനുമായൊരു ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാലോ, ഇറാൻ്റെ ഒരു കപ്പലിനെ അമേരിക്ക ആക്രമിച്ചു, അടുത്തൊരു കപ്പൽ ഇന്ത്യയിൽ അഭയം തേടി. തീർച്ചയായിട്ടും കപ്പലും നാവികരെയൊക്കെ നമ്മൾ സുരക്ഷിതരായി ഇന്ത്യയിലൂടെ അനുമതി കൊടുത്തിരിക്കുകയാണ്, ഇന്ത്യയിൽ കഴിയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ നടന്നേക്കാം. എന്നാലും ഇപ്പോൾ അതെല്ലാനുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇന്ത്യക്ക് അനുമതി നൽകുന്ന തരത്തിൽ വാർത്ത പ്രചരിച്ചതോടെയാണ് ഈ വിശദീകരണം നമ്മുടെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും ഇറാന്റെ അബ്ബാസ് അറഗ്ചിയും തമ്മിൽ 3 തവണ ഫോണിൽ സംസാരിച്ചു. ഏറ്റവും ഒടുവിൽ ചരക്ക് കപ്പലുകളുടെ സുരക്ഷയെപ്പറ്റി വിശദമായി സംസാരിച്ചു. ഇതിനും അപ്പുറം ഈ സാഹചര്യത്തിൽ പറയുന്നത് ഉചിതമല്ല. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് ഇപ്രകാരമാണ്: ഗൾഫ് തീരത്ത് ഇന്ത്യൻ പതാകയേന്തിയ 28 കപ്പലുകൾ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം നൽകുന്ന വിവരം. ഹോർമൂസ് കടൽപ്പാതയിൽ ബോംബുകൾ ഇറാൻ സൈന്യം സ്ഥാപിച്ചിട്ടുണ്ടാകുമെന്ന ആശങ്കയും ഇതിനിടയിൽ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ ഹോർമൂസ് കടക്കാൻ ഇറാൻ സൈന്യത്തിൻ്റെ പിന്തുണ ആവശ്യമാണെന്ന് വിദഗ്ധർ പറയുന്നു. സുരക്ഷയോടെ കപ്പലുകളെ ഒരുമിച്ച് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് എത്തിക്കാനാവുമോ എന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇതേസമയം ഹോർമൂസിലെ ഇറാൻ നിയന്ത്രണം കർശനമാകും മുമ്പ് അവിടം കടന്ന ക്രൂഡ് ഓയിൽ നിറച്ച ഷെൻലോക്ക് എന്ന ലൈബീരിയൻ കപ്പൽ മുംബൈ തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. ഇത് എന്താണ്? ഹോർമൂസ് ഇറാൻ ഇനി ഹോർമൂസ് വഴി കടത്തിവിടില്ല, നിയന്ത്രണം കടുപ്പിക്കുന്നു, ഞങ്ങൾ ശക്തമാക്കുന്നു, ഒരു തുള്ളി എണ്ണ പോലും ഹോർമൂസ് വഴി കടത്തിവിടില്ല എന്ന ഇറാൻ്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ,
അതായത് അത് അവർ കർശനമായ നിയന്ത്രണം ഹോർമൂസിൽ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ആ ഹോർമൂസ് കടലിടുക്ക് കടന്ന കപ്പലുകളാണ് കുറച്ച് ഏതാനും ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഷെൻലോങ് എന്ന ലൈബിനി കപ്പലാണ് മുംബൈ തുറമുഖത്ത് എത്തിയത്. ക്രൂഡ് ഓയിൽ നിറച്ച കപ്പലാണ്. ഒരുപക്ഷെ ഈ കപ്പൽ മുംബൈ തുറമുഖത്ത് എത്തിയതോടുകൂടിയാണ് ഇങ്ങനൊരു വാർത്ത കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അതായിരിക്കും അങ്ങനൊരു വാർത്ത ചെയ്യാനുള്ള ഒരു പ്രചോദനം മറ്റ് ചാനലുകൾക്കുണ്ടായത് എന്നുള്ളതാണ് വസ്തുത. ഒരിക്കലും ഒരു ഓൺലൈൻ ചാനലിലും ജനത്തെ പറ്റിക്കാൻ വേണ്ടിയല്ല വാർത്ത ചെയ്തത്. നമ്മളെ മുഖ്യധാര ചാനലുകൾ പല ചാനലുകളും TV ചാനലുകളും ചെയ്യാൻ മടിക്കുന്ന വാർത്ത പോലും സത്യസന്ധമായ വാർത്തകൾ എന്നും ജനങ്ങളിൽ എത്തിക്കുന്നത് ഈ ആരോ വിഷൻ പോലെ തന്നെ ഓൺലൈൻ ചാനലുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാലും ചിലർ റീച്ച് കൂട്ടാൻ വേണ്ടി ഒരുപക്ഷെ വാർത്തയുടെ നിജസ്ഥിതി കൂടുതൽ മനസ്സിലാക്കാതെ ചെയ്തത് കൊണ്ടാവാം ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഹോർമുസിലുള്ള ആ നിയന്ത്രണം ഇറാൻ ഇനി കടത്തിവിടില്ല എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഹോർമൂസ് കടലിടുക്ക് കടന്ന ഒരു കപ്പലാണ്, ക്രൂഡ് ഓയിൽ നിറച്ച കപ്പലാണ് ഇപ്പോൾ മുംബൈയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അല്ലാതെ ഈ ഹോർമൂസ് നിയന്ത്രണം ഇറാൻ പ്രഖ്യാപിച്ചതിന് ശേഷം 2 ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിട്ടതല്ല എന്ന് നമ്മുടെ പ്രേക്ഷകർ പ്രത്യേകം ഓർമ്മിക്കുക. എന്നും അങ്ങനെ തന്നെയാണ്. ഇതുപോലെ സത്യസന്ധമായ വാർത്തകളാണ് ഈ ചാനലിലൂടെ നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാകും. എല്ലാ ചാനലും അല്ല കേട്ടോ, ചില ചാനലുകളുടെ തമ്പനയിലും വാർത്തയുമായി ഒരു ബന്ധവും കാണില്ല. ആൾക്കാരെ ആകർഷിക്കാൻ മനോഹരമായ ഒരു തമ്പനയിൽ ആവേശത്തോടെ ഇടുകയും ചെയ്യും. വാർത്ത അതുമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും കണ്ടന്റ് പറയുന്നത്. അതിൻ്റെ അത്തരം വാർത്തക്കാരുടെ അടിയിൽ പോയി നോക്കിയാൽ കാണാം, കമൻറ്റ് ബോക്സ് നിറയെ തെറിവിളിയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തമ്പനയിൽ ഞങ്ങൾ അങ്ങനെ ശീലിച്ചിട്ടില്ല, അങ്ങനെ പോസ്റ്റ് ചെയ്തില്ല. ആൾക്കാരെ, നമ്മുടെ പ്രേക്ഷകരെ കബളിപ്പിക്കുന്ന ഒരു വാർത്തയും നാളിതുവരെയും ആരോ വിഷൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല, ഇതിൻ്റെ തമ്പനയിൽ എന്താണോ പറയുന്നത് ആ കണ്ടൻറ്റ് തന്നെയാണ് നമ്മൾ വാർത്ത ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ച് കാണാനും, പറയുന്ന കാര്യങ്ങൾ അത് സത്യസന്ധമാണ്, 100% സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നൽകുന്ന ആ ഒരു സപ്പോർട്ട് ഏറ്റവും വലുതാണ്. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി നമ്മൾ ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ വലിയ പ്രോത്സാഹനമാണ് ഈ ചെറിയ ചാനലായ ആരോ വിഷൻ്റെ ഒരു ശക്തി. അപ്പോൾ തുടർന്നും അത് ഉണ്ടാകണം. തന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.